ആണവോർജ്ജ മേഖലയിൽ നിർണായക നിയമ ഭേദഗതിക്കൊരുങ്ങി കേന്ദ്ര സർക്കാർ. 2 നിയമ ഭേദഗതികളാകും നിലവിലെ നിയമത്തിൽ വരുത്തുക. ആണവോർജ്ജ രംഗം സ്വകാര്യ മേഖലയ്ക്ക് തുറന്നു നൽകിയേക്കും. അച്യുതൻ വിവരങ്ങളുമായി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. അച്യുതൻ, എന്തൊക്കെ മാറ്റങ്ങളാണ് വരാൻ പോകുന്ന അച്യുതൻ? ഉന്മേഷ്, ഈ ആണവ മേഖലയിൽ നിർണായകമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാനാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടിട്ടാണ് അതിൻ്റെ ഒരു പ്രാരംഭഘട്ടം എന്ന നിലയിൽ ആ നിയമത്തിൽ ആണവോർജ്ജ മേഖലയിലെ നിയമത്തിൽ നിർണായകമായിട്ടുള്ള 2 ഭേദഗതികൾ വരുത്താനായി ഇപ്പോൾ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ ഒന്ന് എന്ന് പറയുന്നത് ന്യൂക്ലിയർ ലയബിലിറ്റി വ്യവസ്ഥയിൽ ഇളവ് വരുത്തും. അതായത് ഈ ആണവ അപകടമുണ്ടായാൽ സാധാരണ നിലയിൽ ആ ഉപകരണങ്ങൾ നൽകിയ കമ്പനി നഷ്ടപരിഹാരം നൽകേണ്ടതുണ്ട്. അതൊരു വലിയൊരു തുകയാണ് ഒരു തുകയായിട്ടുണ്ട്. അപ്പോൾ ഇത് പല കമ്പനികളും ഇതിനോടകം തന്നെ അക്കാര്യങ്ങളിൽ ചില എതിർപ്പുകൾ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഇളവ്, ആ ഒരു നഷ്ടപരിഹാരം നൽകുന്നതിലടക്കം ഒരു ഇളവ് കൊണ്ടുവന്ന് അതിന് കൃത്യമായൊരു സമയപരിധി കൂടി നിശ്ചയിക്കും. അതായത് ഉപകരണങ്ങൾ വിതരണം ചെയ്ത് ഇത്ര കാലയളവ് വരെ അപകടമുണ്ടായാൽ അത് ആ കമ്പനിയുടെ ചുമതലയായിരിക്കും നഷ്ടപരിഹാരം നൽകുക എന്ന സംബന്ധിച്ചൊരു സമയപരിധി അക്കാര്യത്തിൽ ഏർപ്പെടുത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2 എന്നുള്ളതാണ് നിർണായകമായിട്ടുള്ള ഒരു മാറ്റം. അത് ആണവ നിലയങ്ങളുടെ പ്രവർത്തനം അതൊരു സ്വകാര്യ മേഖലയ്ക്കായിട്ട് തുറന്നു നൽകും. പക്ഷേ അപ്പോഴും അതിൻ്റെ ഒരു ഭൂരിഭാഗം നിയന്ത്രണവും സർക്കാരിൻ്റെ കീഴിൽ തന്നെയായിരിക്കും. ഒരു ചെറിയ ശതമാനം നിയന്ത്രണം മാത്രമായിരിക്കും ഈ സ്വകാര്യ മേഖലയ്ക്കായി വരിക. അതായത് വിദേശ നിക്ഷേപം അടക്കം ഇക്കാര്യത്തിൽ ഉറപ്പുവരുത്തുന്നതിന്, കൂടുതൽ ഇന്ത്യയിലേക്ക് എത്തിക്കാൻ കൂടിയാണ് ഈ നിർണായകമായിട്ടുള്ള 2 മാറ്റങ്ങളും വരുത്തുന്നത്. ഇതുവരെ ഈ 2 വ്യവസ്ഥകൾ കാരണം വിദേശ നിക്ഷേപം ഈ കാര്യത്തിൽ ആണവോർജ്ജ മേഖലയിലേക്ക് എത്തുന്നതിന് ചില തടസ്സങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടുവന്ന 2 വ്യവസ്ഥകളാണ്. ആ 2 വ്യവസ്ഥകളിൽ മാറ്റം വരുത്താനാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. വരുന്ന വർഷകാല സമ്മേളനത്തിൽ ഈ ഭേദഗതി കൊണ്ടുവരാനാണ് കേന്ദ്ര സർക്കാർ പദ്ധതിയിടുന്നത്. ഉന്മേഷ്, അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.